സാഹിത്യവും കവിതയും പുസ്തകങ്ങളും എല്ലാം ചർച്ചയാവുന്ന ഈ കാലഘട്ടം സാഹിത്യത്തിൻ്റെ വില ഒരുപക്ഷെ ഇതിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ സാധാരണക്കാരിലേക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് എത്തുന്നത്. എന്തായാലും നമ്മുടെ മുന്നിലുള്ളത് പുസ്തകങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അമൂല്യ നിധിയായി കരുതുന്ന ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. അതിലുപരി മൂവാറ്റുപുഴയിലെ പൈനായിൽ ബേക്കേഴ്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളുള്ളതുപോലെ പൈനായിൽ ബേക്കേഴ്സ് എന്ന ബേക്കറി കടയുടെ ഉടമയാണ്. പക്ഷേ ആ ബേക്കറി കടയിലേക്ക് നമ്മൾ എപ്പോൾ ചെന്നാലും എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ടാവും. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഈ കടയുടെ പങ്കാളിത്തമുള്ള ഉടമകളാണ്. ആ മറ്റുള്ള സഹോദരങ്ങൾക്ക് കടയിൽ വച്ച് ഷുക്കൂർ പൈനായിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനോട് എതിർപ്പുണ്ട്, കച്ചവടം നടക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ പേടിച്ച് ഷുക്കൂർ പൈനായിൽ ബേക്കറി ഭരണികൾക്കിടയിൽ, ലഡുവിൻ്റെയും ജിലേബിയുടെയും ഭരണികൾക്കിടയിലൊക്കെ പുസ്തകങ്ങൾ ഒളിച്ചു വെച്ച് അവസരം കിട്ടുമ്പോൾ കടയിലിരുന്ന് വായിക്കുന്ന പ്രത്യേകതരം പ്രകൃതക്കാരനാണ്. ആ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ പ്രസാധകരിൽ നിന്ന് വാങ്ങുന്ന പുസ്തകങ്ങളാണ്. മാസവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ ചെലവാക്കിയാണ് അദ്ദേഹം പുസ്തകങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. കടയിൽ അങ്ങനെ നോബൽ പ്രൈസ് കിട്ടിയ പുരസ്കാരങ്ങൾ നേടിയ പുസ്തകങ്ങളുണ്ട്, ഇതിഹാസ പുസ്തകങ്ങളുണ്ട്, ശാസ്ത്ര പുസ്തകങ്ങളുണ്ട്. കടയിലിരുന്നുള്ള ഈ വായന മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഹോബി. കടയിൽ നിന്ന് പോകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നു. വീട്ടിൽ കയറിയാൽ ഭാര്യയും കുഞ്ഞുങ്ങളും ശ്വാസം മുട്ടുന്ന രീതിയിൽ, അവർക്കൊന്ന് സ്വതന്ത്രമായി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വീടിൻ്റെ എല്ലാ മുറികളിലും പുസ്തകങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ തന്നെയാണ്, വെറുതെ ഒരു പ്രദർശനത്തിന് വേണ്ടിയല്ല. പ്രദർശനത്തിന് വേണ്ടി വെക്കുന്ന പുസ്തകങ്ങൾ നമ്മൾക്കറിയാം, സ്വീകരണ മുറിയിൽ വിരുന്നുകാർ വരുമ്പോൾ കാണാൻ പാകത്തിന് വെക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അലമാരകൾക്കിടയിൽ, കട്ടിലിനടിയിൽ, വീടിൻ്റെ സമസ്ത മേഖലകളിലും പുസ്തകങ്ങൾ തന്നെയാണ്. എന്ന് മാത്രമല്ല, ഭാര്യയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ അടുക്കളയിലെ പാത്രങ്ങൾക്കകത്ത് പോലും സ്ഥലമില്ലാത്തതിനാൽ പുസ്തകങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന രീതിയിൽ ഷുക്കൂർ പൈനായിലിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുകയുണ്ടായി. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്റ്റുഡിയോയിൽ അതിഥിയായുണ്ട്. അടുക്കളയിലെ ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷം നമ്മൾക്ക് അദ്ദേഹത്തിലേക്ക് എത്താം. ഷുക്കൂർ പൈനായിൽ പ്രേക്ഷകർക്ക് താങ്കളെക്കുറിച്ചൊരു ഏകദേശ ധാരണ പിടികിട്ടിയിരിക്കുന്നു. പക്ഷേ താങ്കളുടെ എഴുത്തിൻ്റെ തീവ്രത, വായനയുടെ ഗൗരവം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പുസ്തകങ്ങളിലേക്ക് എങ്ങനെയാണ് താങ്കൾ ആദ്യമായി പുസ്തകങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോഴാണ്? അങ്ങനെ ഒരു തിരിച്ചറിവെന്ന് പറയാൻ പാകത്തിനുള്ള ഒരു ഇതൊന്നുമല്ല, സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണ്. പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ച് തോറ്റ് ആകെ കുറച്ച് പ്രശ്നങ്ങളും പൊതുവെ ഭയങ്കര സംഘർഷഭരിതമായിരുന്നു ഉള്ളൊക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അതിൻ്റെ അകത്തു നിന്നൊക്കെ സ്വാഭാവികമായിട്ടാണ് ഞാൻ അവിടെ നമ്മുടെ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ കഥാമാസിക ആദ്യം തന്ന്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു അന്ന്, ഒരു 88 ആയിരിക്കണം തോന്നുന്നു. അങ്ങനെ കഥാമാസികയൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പുള്ളിയുടെ അടുത്ത് നിന്ന് തന്നെ കുറേ, അന്ന് ഈ പ്രോഗ്രസ് പബ്ലിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ മറ്റേ പടിവാതിൽക്കൽ അങ്ങനെയുള്ള കുറേ, ഈ ജമീല എന്നൊക്കെ പറഞ്ഞിട്ട് അലക്സാണ്ടർ പുഷ്കിൻ്റെ ഒരു ഇത്, അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ പിന്നെയും തന്നു. അപ്പോൾ ഇതിങ്ങനെ വായിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി. പിന്നീട് ഇങ്ങനെ ആദ്യം വായിക്കുന്നത് മലയാറ്റൂരിൻ്റെ മൃദുലപ്രഭുവാണ്. മൃദുലപ്രഭു വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കമ്പം തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാറ്റൂരിൻ്റെ പുസ്തകം തേടി പിടിക്കാനുള്ള ശ്രമമായി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയൊന്നുമില്ല, ഭയങ്കര പിടിവിട്ട് നടക്കുന്ന സമയമാണ്. വീട്ടിൽ ബോർമയിലാണ്, ബേക്കറിയുടെ ബോർമയിലാണ് ജോലി. അപ്പം ഈ പുസ്തകം വാങ്ങണം. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പുസ്തകമൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കൊതി തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഈ ആൾക്കാർ ഇങ്ങനെ അടക്കിയൊക്കെ വെച്ച്, നമ്മുടെ കയ്യിലൊന്നുമില്ല, ഒരു പുസ്തകമില്ല. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പയ്യെ ഈ മൈദയൊക്കെ പറഞ്ഞ ചാക്ക് ഒക്കെ പയ്യെ, ആളൊന്നും ഇല്ലാത്തപ്പോൾ പയ്യെ ഒരു ചെറിയ സൈക്കിളുണ്ടായിരുന്നു എനിക്ക്. സൈക്കിളിൽ വീട്ടിലേക്ക് അങ്ങനെ ബോർമയിലേക്ക് സാധനം കൊണ്ടുപോകും, അതൊക്കെ ചെയ്യും. അപ്പോൾ ആളില്ലാത്തതൊക്കെ നോക്കി, ഉമ്മയൊക്കെ കുളിക്കാൻ പോകുന്ന സമയമൊക്കെ നോക്കിയിട്ട്, പിന്നെ വേറെ പെങ്ങൾ അവിടെയൊക്കെ ഉള്ളൂല്ലോ. ഞാൻ പിന്നെ മൂത്ത ആളായതുകൊണ്ട് അവർ പിന്നെ അങ്ങനെ ഒരു എതിർപ്പം വരില്ല, അവർ ഇതിനെ ചെറുതുമാണ്. അപ്പോൾ ഞാൻ ചാക്ക് വയ്യ വീട്ടിലായിരിക്കും ഇരിക്കണം, അതെടുത്ത് സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് അവർക്ക് കൊണ്ടുപോയി വിറ്റിട്ട് പുസ്തകം അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പുസ്തകത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പുസ്തകമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വൈഫ് ഏറ്റവും ഭയങ്കര സഹകരണം കേട്ടോ. എൻ്റെ വൈഫ് ഷാജിദ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ സഹകരണം. പിള്ളേർ സഹകരണങ്ങൾ, ഒരു പ്രശ്നങ്ങളുമില്ല. പൊടിയുടെ പ്രശ്നം അവരെ ചിരിക്കില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്കും പൊടിയുടെ അലർജി ഉണ്ട്, പിള്ളേർക്കും എല്ലാവർക്കും അലർജി തന്നെയുണ്ട്. ഏറ്റവും ഇളയവനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അലർജി ഉണ്ട്.
അപ്പോൾ ഈ വൈഫ് ഇങ്ങനെ പറയും, കാരണം ഒരുപാട് കുറേ പിള്ളേരുടെ വിദ്യാഭ്യാസവും വീടും മാറിയതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിട്ട് കുറേ കടവും കോലാലമൊക്കെ ഉണ്ട്. അപ്പോൾ വൈഫിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പുസ്തകമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വേറെ ചുമ്മാ ദൂരത്തടിച്ച് കളയാണല്ലോ. അതായത് എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ മദ്യപാനം പുകവലി ഒന്നുമില്ല. ദൂർത്തടി എന്നുള്ള വാക്ക് പറയുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നത് അതാണ്, അതൊന്നുമില്ലാത്തൊരു വ്യക്തിയുടെ ദൂർത്തടി പുസ്തകവും ലഹരിയായിട്ട് മാറുന്നു. ഇല്ലല്ല, ഈ മദ്യപാനം പുകവലിയൊക്കെ കുറച്ചാൾ മുമ്പ് നിർത്തി. താങ്കൾ എക്സ്റേ ഒക്കെ എടുത്ത് ആകെ ശ്വാസകോശത്തിലൊക്കെ കംപ്ലീറ്റ് പോവുകയൊക്കെ ആയി, ഒരുപാട് വ്യാപകം നിർത്തി. അങ്ങനെ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് വന്നത് പിന്നെ ഈ വൈഫ് കാണുമ്പോൾ, വൈഫിൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കൊരു വിഷമം. കാരണം നമ്മളിങ്ങനെ ഈ പൈസ കണ്ട് കളയുക കുറേ അധികം, യാതൊരു നിവൃത്തിയില്ലാണ്ടാണ് പുസ്തകം. ഞാൻ പരമാവധി ഇപ്പം അങ്ങോട്ട് പുസ്തകത്തിൻ്റെ അടുത്തൊക്കെ ഒന്നും പോകാറില്ല എന്നുള്ളതാണ് പരമാവധി. നമ്മൾ പോയി വാങ്ങിയിരിക്കും, ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളാകട്ടെ, ഇപ്പോൾ ഈ മുന്നിലിരിക്കുന്ന പുസ്തകങ്ങളാകട്ടെ, ഒരുപാട് തരം പുസ്തകങ്ങളുണ്ട് കയ്യിൽ. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പുസ്തകങ്ങളോടാണ് കൂടുതൽ കമ്പം തോന്നാറുള്ളത്? അച്ചടിച്ച എല്ലാ പുസ്തകങ്ങളോടും കമ്പമാണ്. ഏതൊക്കെ രീതിയിലുള്ള പുസ്തകങ്ങളാണ് സ്വന്തം ശേഖരത്തിലുള്ളത്? സാഹിത്യമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കവിതയുടെ ചരിത്രങ്ങൾ, കവിതയുണ്ട്, നോവൽ വിമർശനങ്ങൾ, കവിതാ പഠനങ്ങൾ, ശാസ്ത്രമുണ്ട്, മതമുണ്ട്, ദർശനങ്ങളുണ്ട്, തത്വചിന്തയുണ്ട്, എന്തിന് ഷക്കീലയുടെ ആത്മകഥ വരെയുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെ മോശമായിട്ടല്ല കേട്ടോ പറഞ്ഞത്, കാരണം ആളുകൾ ഇങ്ങനെ ഓരോന്ന് കരുതുന്നു, അത് പറഞ്ഞു എല്ലാ തരത്തിലുള്ള. അപ്പോൾ ഈ കമ്പം എന്നുള്ളത് കമ്പമല്ല, അല്ല അത് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ മെഡിക്കൽ ഡിക്ഷണറി അടക്കമുള്ള പുസ്തകം, ഇപ്പോൾ താങ്കൾ കൊണ്ടുവന്നിട്ടുള്ളവയിൽ നോവൽ സാഹിത്യ പുരസ്കാരം കിട്ടിയ പുസ്തകങ്ങളുണ്ട്, പാടിപ്പതിഞ്ഞ പണ്ടത്തെ പാട്ടുകൾ എന്നതുണ്ട്, പിന്നെ സിൽവിയ മറ്റേ നമ്മുടെ ഇവരുടെ വെർജീനിയ വോൾഫിന്റെ പുസ്തകമുണ്ട്, മെഡിക്കൽ ഡിക്ഷണറി വരുന്നു. അപ്പോൾ ഇതൊക്കെ താങ്കൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ വായിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് അറിയാനുള്ളൊരു ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നല്ല സെറ്റപ്പായിട്ട് ഡോക്ടർമാരൊക്കെ നല്ല കൂൾ ഭയങ്കര വേഷമൊക്കെ മാറിയിട്ട് ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ നല്ല ഒന്നാന്തരം അന്നത്തെ ഒരു കാലഘട്ടത്തിലെ കാഴ്ചപ്പാടായിരുന്നു. അങ്ങനെ അന്ന് കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനോടൊരു ഭയങ്കര താല്പര്യം, ഒരു ക്യൂരിയോസിറ്റി, ഇതെന്താ ഏതാണെന്ന് അറിയാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു താല്പര്യം കൊണ്ട് ഞാൻ ആദ്യം മേടിച്ചൊരു പുസ്തകമാണിത്. മെഡിക്കൽ എൻസൈക്ലോപീഡിയ, ട്രാവൻകൂർ പബ്ലിക്കേഷൻസിൻ്റെ. അതിൻ്റെ രൂപ ഉണ്ടാക്കിയത് വേറൊരു ചരിത്രമാണ്. അത് ഇതാണ്. ഇത് വളരെ പഴയൊരു പുസ്തകമാണ്. പഴയ പുസ്തകം വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? ഇപ്പോൾ വരുവാണെങ്കിൽ ഒരു 1000 രൂപയുടെ മുകളിൽ, 1000 രൂപ അല്ല, അതിൻ്റെ മുകളിൽ പോരാ. കാരണം അന്നത്തെ ആ ഒരു സംഭവത്തിൽ. അപ്പോൾ എനിക്കിത് വാങ്ങണമെന്ന് കുറേ നാളായി, ഈ പുസ്തകം അന്നേരം മുതൽ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതെ അന്നത്തെ ആ പഴയ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അന്നേരം കാണുമ്പോൾ മുതൽ ഞാൻ ഇതിങ്ങനെ ആഗ്രഹിച്ച് നടന്നിട്ട്, ഈ ഒരു അനിയൻ ഗൾഫിൽ ഇങ്ങനെ പഠിക്കാൻ പോകണ്ടായിരുന്നു, ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട്. അപ്പോൾ അയാളിങ്ങനെ കുറച്ച്, അയാളുടെ പേര് ഹാഷിമെന്നാണ്, അയാളിങ്ങനെ കുറച്ച് ഈ ഖുർആൻ്റെ പാരായണത്തിന് കാസറ്റാണ് അത് കൊണ്ടുവന്നു. അപ്പോൾ അത് ഞാൻ ആ കാസറ്റെല്ലാം കൂടിയിട്ട് ബാക്കി ഇത് ഒരു പെട്ടി, ഒരു സൂട്ട് കേസ് പോലത്തെ അത് കൊടുത്ത് കാസറ്റ് കടക്കാരനും കൊടുത്ത് അയാൾക്കിടന്ന് പൈസ വന്നിട്ടാണ് ഈ പുസ്തകം വാങ്ങിയത്. ഇപ്പോൾ നേരത്തെ കണ്ടു ബേക്കറിയിലെ മധുരങ്ങൾക്കിടയിൽ പുസ്തകത്തിന്റെ മധുരവും കൊണ്ട് ചെല്ലുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം അവിടെ വായിക്കുന്നതിൻ്റെയും? വായിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു പയ്യനുണ്ട്, ഷിബു എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ. അവന് തീരെ ഇഷ്ടമല്ല, പിന്നെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒടുവിൽ വായിക്കുന്ന ഒരു സിൽവിയ പ്ലാത്തിനെ കുറിച്ചിട്ട് ഒരു പുസ്തകം പുതിയതിറങ്ങിയിട്ടുണ്ട്, സിൽവിയ പ്ലാത്തിൻ്റെ നോവൽ ചരിത്രം. ഇതെല്ലാം സിൽവിയ പ്ലാത്തിൻ്റെ നോവലാണ്. ഇത് സിൽവിയ പ്ലാത്തിനെ കുറിച്ചിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകമാണ്. സിൽവിയ പ്ലാത്തിൻ്റെ കുറിച്ചിട്ടുള്ള പഠനം, അവരുടെ ഇതൊക്കെ ആയിട്ടുള്ള. സിൽവിയ പ്ലാത്തിൻ്റെ ഒറിജിനൽ പുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിരവധി വായനക്കാരുണ്ടെങ്കിലും സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ടും ഒക്കെ വാങ്ങാതിരിക്കുന്ന വളരെ വിലപ്പെട്ട പുസ്തകമാണ് അവരുടെ കവിതകൾ, അവരുടെ ജീവചരിത്രം. ഇനി കുറേ ഉണ്ട്, പിന്നെ ചുമ്മാ കെട്ടിച്ചോന്നും കൊണ്ടുവന്ന ആൾക്കാരെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറേ വേറെ ഇവരുടെ സിൽവിയ പ്ലാത്തിൻ്റെയും വെർജീനിയ വോൾഫിൻ്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള. ഈ പുസ്തകം വായിക്കുന്നതുകൊണ്ട് കച്ചവടത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? വായിക്കുന്നതുകൊണ്ട് വലിയ തോൽവിയാണ്, അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പ്രായോഗിക ജീവിതത്തിൽ തോൽവിയാണ്, പിന്നല്ലേ സംശയമില്ലാത്ത കാര്യമില്ല. കാരണം ഞാൻ ഇപ്പോൾ ആൾക്കാർ പറയും പുസ്തകം വായിക്കണം, അറിവ് നേടണം, ഒരു കാര്യമില്ല. ഇതൊന്നും വായിച്ചിട്ടുണ്ടാ കാര്യം. വായിക്കാണ്ടിരുന്നു വെച്ചും കുഴപ്പമില്ല, കാരണം വായിക്കാണ്ടിരുന്നാലും ജീവിക്കും, വായിച്ചാലും ജീവിക്കും, മരിച്ചു പോവും, അത്രയുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ താങ്കൾക്ക് സവിശേഷമായി ലഭിക്കുന്ന ഒരു സംതൃപ്തി വളരെ കറക്റ്റില്ല. സിൽവിയ പ്ലാത്തിൻ്റെ ഈ പുസ്തകം, ഈ പുതിയ പുസ്തകം അവർ വായിച്ചിട്ട് മൃത്യുയാണെന്ന് പറഞ്ഞിട്ട് ജോളി വർഗീസാണ് അത് ചെയ്തിരിക്കുന്നത്, ആ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ആ പുസ്തകം എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ടൊരു നോവൽ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. അത് സ്വപ്നവും ഭാവനയും അവരുടെ യാത്രകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഈ സാഹിത്യകാരെ കൂട്ടി ചുമ്മാ ഫെമിനിസം പറയുകയല്ല,
അതിൻ്റെ ഇടയിലൂടെ ഈ തേനീച്ചകളുടെ ഉദാഹരണം പറഞ്ഞിട്ട് ആൺ തേനീച്ചകളെ പുറത്താക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫെമിനിസം പറയുന്ന സൂപ്പർ പുസ്തകമാണ്. സിൽവിയ പ്ലാത്തിൻ്റെ ഹൃദയത്തിൽ കയറി നിന്നുകൊണ്ട് ഈ ഗ്രന്ഥകർത്തി അത് എഴുതിയേക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. കെയ്റ്റ് കസ് അങ്ങനെ എന്തോ ഒരു പേരാണ്, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഭയങ്കര പുസ്തകമാണ്. ഈ നോവൽ മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ വായിക്കണം. ഇവിടുത്തെ ഒരുപാട് വലിയ വലിയ നോവലിസ്റ്റുകളുണ്ട്, എല്ലാവരും മഹാന്മാരാണ്, ഭയങ്കര ആൾക്കാരാണ്, ശരി സമ്മതിച്ചു. പക്ഷേ അവരിതൊന്ന് വായിച്ചത് എങ്ങനെയാണ് ചെയ്യണേന്നൊന്ന് പഠിച്ചാൽ കുഴപ്പമില്ല. അതിൻ്റെ കരകൗശലം, എഴുത്തിൻ്റെ കരകൗശലം അത് അവരുടെ സ്വപ്നത്തിലൂടെയും അവരുടെ മാനസികമായിട്ടുള്ള സഞ്ചാരങ്ങളിലൂടെയും അവരുടെ ചുറ്റുപാടുകളിലൂടെയാണ് അത് ആവിഷ്കരിക്കുന്നതെന്നാണ്. നോ ഡയലോഗ്സ്, കൂടുതൽ ഡയലോഗ്സ് ഇല്ല. ഓരോ സംഭവം ഖണ്ഡമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പറയുകയാണ്. ഭയങ്കര സിൽവിയ എന്ന മാതാവിനെ ഏറ്റവും അധികം അവർ അതിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ആ ഒരു സീനെ കേട്ടത് നമ്മളെ സങ്കടം വരും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരിൽ ഒരാളാണ് ഈ സിൽവിയ പ്ലാത്തും ഈ മറ്റേ വെർജീനിയ വുൾഫ്. അവർക്ക് രണ്ടുപേർക്കും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും വലിയതായിട്ടുള്ള തീവ്രമായിട്ടുള്ള വേദന. അതുപോലെ തന്നെ വാൻ ഗോഗ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് എന്നെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അത്രയും ആ പുസ്തകത്തോട് അത്രയധികം ഇഷ്ടം തോന്നുന്നു എന്ന് തോന്നിയ ഒരു പുസ്തകം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല. പുസ്തകങ്ങളെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് എനിക്കത് മാറ്റി വെച്ചുള്ള പരിപാടിയില്ല. ഇതിപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് പരിപാടിയില്ല. തന്നെയല്ല, ഒരു വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേണ്ട കാര്യം വെച്ചാൽ എഴുത്തുകാരൊന്നും പുസ്തകം വാങ്ങാറില്ല എന്നുള്ളതാണ്. അവർ കാശ് കൊടുത്ത് വാങ്ങില്ല, ചുമ്മാ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് എഴുത്തുകാരുടെയൊക്കെ പരിചയമുണ്ട്, അവരൊക്കെ വളരെ വീഡിയോടും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നും. ഈ ഭാഷ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ഒരു പുസ്തകം വായിക്കാനായിട്ട് 2 പ്രാവശ്യം, എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിക്കാനായിട്ട്. പക്ഷേ ഞാൻ ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് 2 വട്ടം ഞാനത് വായിച്ചു. ആദ്യം വായിച്ചപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല, ആദ്യം വായിച്ചിട്ട്. പിന്നെയും ഡിക്ഷണറി എടുത്ത്, ഫോണിലെ ഡിക്ഷണറി, മറ്റേ വേറെ ഡിക്ഷണറികൾ കുറേ ഉണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് വായിച്ചു. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത്. നമ്മൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഴുത്തുകാരെ വിമർശിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഇപ്പം പ്രീ ഡിഗ്രി വെച്ച് പഠനം മുടങ്ങുന്നു, പക്ഷേ ഇത്രയധികം പുസ്തകങ്ങൾ വാങ്ങുന്നു, ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ചില പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കഥകളെയും കവിതകളെയും നോവലുകളെയും എല്ലാം വിശകലനം ചെയ്തുകൊണ്ട് വിമർശനാത്മകമായി ആരെയും മുഖം നോക്കാതെ വിമർശിക്കുന്നൊരു ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? അത് ധൈര്യമൊന്നുമില്ല, ഒരു പേടിയുടെ ആധിക്യമാണെന്നും എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ടേ കാരണവരെ ഫാദറിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ പുസ്തകം വാങ്ങുന്നത്. എല്ലാ കാര്യത്തിലും, മിക്ക കാര്യത്തിലും അതെ. അതായത് എന്ന് വെച്ചാൽ പുള്ളിക്ക് വലിയ ദുഃഖം ഉണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ ആയതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നേരിട്ടൊരു സംഭാഷണം കുറവാണ്. പിന്നെ തന്നെയല്ല, പുള്ളിയുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് എല്ലാവരും അനുവാദമൊക്കെ ചോദിച്ചിട്ട് എനിക്ക് അത്ഭുതം തോന്നും. ചില പിള്ളേരൊക്കെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മകൻ തന്നെ ചെയ്താന്ന് പറഞ്ഞാൽ അവൻ തന്നെ കെട്ടിപ്പിടിച്ച് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. പക്ഷേ പുള്ളിയുടെ അനുവാദങ്ങളൊന്നും ഇങ്ങനെ ലഭിക്കാതെ ഒരു പ്രത്യേക. അപ്പോൾ അതുകൊണ്ട് അവിടെ മുതലൊരു നിഷേധ പ്രവണത. പിന്നെ ഈ വളരെ രൂക്ഷമായൊരു ഭാഷ ഉപയോഗിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുമായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് ഈ ഭാഷ എനിക്ക് വലിയൊരു ഒബ്സഷൻ പോലെയുണ്ട്. അതായത് എനിക്ക് ഭാഷ ഭയങ്കരമായിരിക്കണം, തീവ്രമായിട്ട് അത് അനുഭവിക്കാൻ പറ്റണം. അതുകൊണ്ട് ഈ പുതിയ കവിതകൾ പലതും അതിൻ്റെ ടെക്നിക്കലാവുള്ളൂ, അതിൻ്റെ അകത്ത് ഈ വികാര തീവ്രതയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അത്ര അങ്ങോട്ട് ശരിയാവാൻ പറ്റില്ല. എന്നാൽ ഇല്ലായികയില്ല പുതിയ കവിതയിൽ. പക്ഷേ ഇതൊരു പ്ലെയിൻ പ്രസ്താവനയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഭാഷ എന്ന വാക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഒരു പക്ഷേ തീവ്രമായൊരു ഭാഷ നമ്മൾക്കുണ്ടാവുന്നത്, തീവ്രമായ ഭാഷ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരുമ്പോഴാണ്. അച്ഛൻ്റെ ഉദാഹരണം പറയുകയുണ്ടായി. ഭാഷ തീവ്രമാവട്ടെ, എഴുത്തുകൾ തീവ്രമാവട്ടെ, പുസ്തക വായന തീവ്രമാവട്ടെ, പുസ്തക വായന കൊണ്ട് സവിശേഷമായ പ്രയോജനമില്ല എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി പറയുന്നു. അത് പറയാനുള്ള അർഹതയുള്ള വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. അതേസമയം പുസ്തകങ്ങൾ കൊണ്ട് ലഭിച്ചിട്ടുള്ള സംതൃപ്തിയുടെ വലിയ ലോകവും ഷുക്കൂർ പൈനായിലിനുണ്ട്. പുസ്തകങ്ങളുടെ ലോകത്തിലൂടെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി, സന്തോഷം.